കേരള PSC എന്ന് പറയുന്നത് ഒട്ടേറെ ഒഴിവുകൾ ഉണ്ടെങ്കിലും പരീക്ഷ നടത്തുകയും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നടത്തുകയും പരീക്ഷ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു സ്വപ്നമായി മാത്രം മാറുകയാണ്. അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം എല്ലാ തസ്തികകളിലും ഡെയിലി വേജസിനെ വെക്കുന്ന പ്രവണതയും പിന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യാണ്. അങ്ങനെയുള്ള പശ്ചാത്തലത്തില് PSCക്ക് അവിടെ റോളില്ല. അപ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, PSC എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് എന്ത് റോളാണുള്ളത്? വെറുതെ പരീക്ഷ നടത്തുക, നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക, ആളെ എടുക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല. അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തില് നമ്മള് വീണ്ടും ഒരു സമരമുഖത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടെ ഇപ്പൊ കേരളത്തില് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതില് എന്ത് നടപടിയാണ് ഇനി ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ അതുപോലെ ഒരു വിഷയം കൂടെ, സർ, പ്രായപരിധി ഇപ്പോ 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, കൂട്ടി എന്ന് പറയുന്നുണ്ട്. ഇനി അത് പെൻഷൻ പ്രായം ഉയർത്താനുള്ള ഒരു നടപടിയാണോ, അതിന്റെ മുന്നോടിയായിട്ടാണോ ഇങ്ങനെ ഒരു സമീപനം എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു നടപടി ഇനി വരുന്ന ഗവൺമെന്റ് അത് ആ ഭാഗത്ത് നിന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം അത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഇതും പറയുകയാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും 1 കൊല്ലവും 2 കൊല്ലമായിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ല. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, എവിടെ വേക്കൻസി ഉണ്ടായാലും വിത്തിൻ 24 hours ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആകാൻ പോവാം, ലീഗലൈസ് ചെയ്യാൻ പോവാം. ഒരു വിട്ടുവീഴ്ചയില്ല. വിത്തിൻ 24 hours ദ കൺസേൺഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് റിപ്പോർട്ട്. അതാണ്, അതിന് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കും. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് എത്ര ദിവസത്തിനകം PSC അത് അപ്പോയിന്റ്മെന്റ് അഡ്വൈസ് മെമ്മോ അയക്കണം. അത് മാൻഡേറ്ററി ആക്കുകയും നിയമവൽക്കരിക്കാനും പോവുകയാണ്. ഒരു സംശയമൊക്കെ വേണ്ട. ഒരു വേക്കൻസി പോലും ഫില്ല് ചെയ്യാതെ പോവില്ല, ഉറപ്പാണ്.